നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യൂറോ കപ്പിൽ ഇന്ന് ഫേവറിറ്റുകളായ ഫ്രാൻസ് ആദ്യ മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ്. എതിരാളികൾ ഓസ്ട്രിയയാണ്. വിജയിച്ചുകൊണ്ട് തുടങ്ങുക, അതുമാത്രമാണ് കിലിയൻ എംബാപ്പയും സംഘവും ലക്ഷ്യം വെക്കുന്നത്. എംബാപ്പയുടെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് ചില കൺസേൺസ് ഉണ്ടെങ്കിലും അദ്ദേഹം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നമ്മൾ ഫ്രഞ്ച് ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങളും മറ്റുമൊക്കെ എടുത്ത് പരിശോധിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ വില്യം സാലിബ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ആരായിരിക്കും അദ്ദേഹത്തോടൊപ്പം സെൻട്രൽ ബാക്കിന്റെ റോളിൽ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. സാധാരണ ദശാം പലപ്പോഴും സാലിബയെ ഓവർലുക്ക് ചെയ്യാറുണ്ട്, പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് അവസരം വരികയാണ്. അദ്ദേഹവും ഡായോട്ട് ഉപ്പമെക്കാനോയും ചേർന്നുകൊണ്ട് അവരുടെ ഡിഫൻസ് ശക്തമാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അഡ്രിയാൻ റാബിയോട്ട് അദ്ദേഹം ഇപ്പം പരിക്കിൽ നിന്ന് മുക്തനായിട്ടുണ്ട്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു മസിൽ ഫാറ്റിഗിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം ഫിറ്റ് ഇനഫ് അല്ലെങ്കിൽ AS മൊണാക്കോയുടെ യൂസഫ് ഫൊഫാന കളിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും പുറത്താണ് എന്ന് ഉറപ്പുള്ള ഒരു താരമുള്ളത് ഓർലിൻ ഷ്വാമനിയാണ്. അദ്ദേഹം ട്രെയിനിങ് സെഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പരിക്കിൽ നിന്ന് മുക്തനായി വരുന്നേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഓസ്ട്രിയക്കെതിരെ അദ്ദേഹത്തെ ഇറക്കിക്കൊണ്ട് റിസ്ക് എടുക്കാൻ ദിദിയ ദശാം തുനിയില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം നെതർലൻഡ്സിനെതിരെയുള്ള മത്സരമാകുമ്പോഴേക്കും അദ്ദേഹം പൂർണ്ണമായും ഫിറ്റാകും എന്നും കരുതപ്പെടുന്നു. പിന്നെ എംബാപ്പയുടെ കാര്യത്തിൽ കൺസേൺസ് ഉണ്ട്, എല്ലാവർക്കും അറിയാമോ. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. എങ്കിൽ പോലും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫ്രാൻസിന്റെ ലൈക്ലി 11 നമുക്ക് നോക്കാം. ഗോൾ കീപ്പറായിട്ട് മൈക്ക് മൈഗ്നൻ, ഡിഫൻസിൽ തിയോ ഹെർണാണ്ടസ്, ഡായോട്ട് ഉപ്പമെക്കാനോ, വില്യം സാലിബെ, യൂൾസ് കുണ്ടെ എന്നിവര്. മധ്യനിരയിൽ അഡ്രിയാൻ റാബിയോട്ട്, എൻഗോളോ കാണ്ടെ, ആന്റോയിൻ ഗ്രീസ്മാൻ എന്നിവരെ പ്രതീക്ഷിക്കുന്നു. മുന്നേറ്റ നിരയിൽ കിലിയൻ എംബാപ്പെ, മാർക്കസ് തുറാം, ഓസ്മാൻ ഡംബലെ. അങ്ങനെ മികച്ചൊരു ടീമിനെ ഇറക്കിക്കൊണ്ട് ആദ്യ മത്സരം കളറാക്കാൻ തന്നെയാണ് ദിദിയ ദശാം തീരുമാനിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.